ഹലോ ഗേയ്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഉറക്കമായിരുന്നു. ഒരു ചായ ഇടാതെ കട്ടൻ ചായ ഇട്ട് കുടിക്കാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ നമ്മുടെ ട്രെയിനിൽ കണ്ടില്ലായിരുന്ന സംഭവം എല്ലാവരും ന്യൂസ് കേട്ട് കാണും. കൊല്ലക്കാരനാണ് പറയുന്നത്. കൊല്ലക്കാർക്ക് അപമാനമാണ് ഇത് കണക്കുള്ള വായി നോക്കിയത്. എന്തായാലും അവനെ പൊക്കിയെന്നറിഞ്ഞതിൽ സന്തോഷം. കാര്യമായി ആൾക്കാർ ഇടപെട്ട് അപ്പോഴ് തന്നെ അവന് നല്ല നല്ല കൊടുക്കണം. അവന് നല്ല അവൻ്റെ എന്താ പറയുന്നത്, അവൻ്റെ ഞരമ്പ് വലിച്ചു കീറണം. അല്ലാതെ ഇവനെ പോലുള്ളവനൊക്കെ, കാരണം പോലീസുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യത്തില്ല. പേടിയാണ് അവർക്കും. ചത്തുപോവുകയാണ് ചെയ്താലേ. അവനെ കണ്ടിട്ട് എത്ര ധൈര്യം അവന്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും മയക്കുമരുന്ന് വല്ല മരുന്ന് വല്ലതും അടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വായി നോക്കി എന്തായാലും കയ്യോടെ തൂക്കിയല്ലോ അവനെ. അത് കേട്ടപ്പോൾ ആകെ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് പോലും സേഫായിട്ട് നാട്ടിൽ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടത്രയ്ക്ക് അധംപതിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലത്ത് ഉള്ളതെന്നല്ല, കേരളത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തുള്ളതാണെങ്കിലും ഇത് കണക്കുള്ള കുഞ്ഞുങ്ങൾക്കെതിരെ ആക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ അതും ലൈംഗികമാക്കണം. അങ്ങനെയൊക്കെ വെച്ചേക്കാൻ പാടില്ല. നമ്മുടെ നിയമവ്യവസ്ഥകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. എങ്കിലേ ഇതിനൊക്കെ ഒരു പരിധി വരുത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ പിടിച്ച് ഇനിയിപ്പം 3-4 വർഷം അകത്തിടും, നല്ല ചപ്പാടും കൊടുക്കും, അവൻ കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങും, അടുത്ത പരിപാടി നോക്കും. ഇതാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം ഇവനെ അതുപോലെ നല്ല ശിക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടത്തി അപ്പോഴേ അവനെ തല വെട്ടുക, അല്ലെങ്കിൽ അവനെ പബ്ലിക് റോഡിൽ സിഗ്നലിൻ്റെ പോസ്റ്റിനകത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട് പാകിസ്ഥാനികളെ. 4 പേരെ പബ്ലിക് റോഡിൽ സിഗ്നലിൽ കെട്ടി തൂക്കിയിട്ട് താഴെ ഡ്രമ്മ് വെച്ചിട്ടുണ്ടല്ലോ, ഡ്രമ്മ് തട്ടിക്കളയുക, അവിടെ നിന്ന് തൂങ്ങും. അതുപോലെ ചെയ്യണം. ഞാനിച്ചിരി കട്ടൻ ചായ ഇടുകയാണ്. എനിക്കതിനും വേണോ? ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസ ലോകത്തുള്ള ലൈഫ്. ഓക്കെ. അപ്പം അതുപോലെ ഇവിടെ കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, തലയ്ക്ക് തല. എന്താണോ നീ ഒരാളുടേത് നീ എടുക്കുന്നത്, അത് നിൻ്റെ തിരിച്ചെടുത്തിരിക്കും. കാരണം നിനക്ക് അധികാരപ്പെട്ട അല്ലത്. നിനക്ക് അധികാരപ്പെട്ട സാധനമാണെങ്കിൽ നീ ഒരാളുടെ അത് ഒന്നുകിൽ അത് ഉപയോഗമല്ലാതാക്കും. അതല്ലാത്തടത്തോളം കാലം നീ അത് കൊടുക്കാത്തിടത്തോളം കാലം നിനക്കത് തിരിച്ചെടുക്കാൻ, ഇനി കൊടുത്തയാണെങ്കിൽ പോലും, തന്തയാണെങ്കിൽ പോലും, അവൻ്റെ തന്തയാണെങ്കിൽ പോലും അതെടുക്കാനുള്ള അവകാശം ആ വ്യക്തിക്കില്ല. കാരണം അത് ദൈവം കൊടുക്കുന്നതാണ്. ആ ദൈവം കൊടുക്കുന്ന ജീവനും അവൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളൊന്നും ആർക്കും എടുക്കാനായിട്ടുള്ള അവകാശമില്ല. അങ്ങനെ എടുത്താൽ അവനെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യും. അതാണ് ഇവിടെ ഈ സൗദി അറേബ്യയിലൊക്കെ ക്രൈം വളരെ കുറവായിട്ട് വരുന്നത്. ഏത് പാതിരാത്രിക്ക് എവിടെ എതിരെ കൂടെയും ഒക്കെ ആൾക്കാർ, സ്ത്രീകളൊക്കെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അവിടെങ്ങും ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ അവർ ജസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, അതിൻ്റെ പരിപാടി കഴിക്കും അവർ. അതാണ് ഇവിടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എല്ലാവരും ഒത്തിരി കമൻസും ലൈക്കും ഒക്കെ ചെയ്തില്ല. അത് കാരണം ചെറിയ പരിഭവമുണ്ട്. കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും
ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പരിപോഷിക്കുക. ഓക്കെ, അപ്പം വീണ്ടും എന്തെങ്കിലും കൊതിഞ്ഞുണയൊക്കെ ആയിട്ട് കാണുന്നിടം വരെയും നന്ദി.